പ്രിയമുള്ളവരെ, നിങ്ങളുടെ കയ്യിൽ ഒരു പക്ഷി ഉണ്ടെന്ന് കരുതുക. നിങ്ങൾ കൈപ്പത്തി തുറന്നു വെച്ചാൽ ആ പക്ഷി അവിടെ ഇരിക്കുന്നത് നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ നിങ്ങൾ കൈ മുറുക്കി പിടിച്ചാൽ അത് അവിടെ ഇരിക്കുന്നത് പേടി കൊണ്ടും നിവൃത്തിയില്ലാത്തത് കൊണ്ടുമാണ്. നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ കേട്ടിട്ടുള്ള ഒരു വാചകമുണ്ട്: എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. എന്നാൽ ഈ ഇഷ്ടം എപ്പോഴാണ് മറ്റൊരാൾക്ക് ഒരു ചങ്ങലയായി മാറുന്നത്? സ്നേഹവും പൊസസീവ്നെസ്സും തമ്മിലുള്ള ആ നേർത്ത വര എവിടെയാണ്? ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സ്നേഹത്തിന്റെ ഈ ഇരുണ്ട വശത്തെക്കുറിച്ചാണ്. മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ അമിതമായ പൊസസീവ്നെസ് വരുന്നത് സ്നേഹത്തിൽ നിന്നല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ സുരക്ഷിതത്വം ഇല്ലായ്മയിൽ നിന്നാണ്. അവർ എന്നെ ഉപേക്ഷിച്ചു പോകുമോ, അല്ലെങ്കിൽ എന്നേക്കാൾ നല്ലൊരാളെ അവർ കണ്ടെത്തുമോ എന്ന ഭയമാണ് പലപ്പോഴും നിയന്ത്രണങ്ങളായി പുറത്തു വരുന്നത്. നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അവരെ ഒരു വസ്തുവായി, ഒബ്ജക്റ്റായി കാണാൻ തുടങ്ങുന്നിടത്താണ് പ്രശ്നം ആരംഭിക്കുന്നത്. സ്നേഹം എന്നത് മറ്റൊരാളുടെ ചിറകുകൾക്ക് ബലം നൽകലാകണം, അല്ലാതെ ആ ചിറകുകൾ അരിഞ്ഞു മാറ്റലാകരുത്. ബൈബിളിൽ യേശുവിന്റെ സ്നേഹം നോക്കിയാൽ നമുക്കൊരു വലിയ പാഠം പഠിക്കാനുണ്ട്. അവൻ ശിഷ്യന്മാരെ സ്നേഹിച്ചു, പക്ഷെ അവരെ കെട്ടിയിട്ടില്ല. ഒരു ഘട്ടത്തിൽ ശിഷ്യന്മാർ അവനെ വിട്ടുപോകാൻ തുടങ്ങിയപ്പോൾ അവൻ ചോദിക്കുന്നത്, നിങ്ങൾക്കും പോകാൻ താല്പര്യമുണ്ടോ എന്നാണ്. ഇതാണ് സ്നേഹത്തിന്റെ അത്യുന്നത രൂപം. വരാനും പോകാനുമുള്ള സ്വാതന്ത്ര്യം, ഫ്രീ വിൽ, അത് നൽകുമ്പോഴാണ് ആ സ്നേഹം വിശുദ്ധമാകുന്നത്. ദൈവം നമ്മെ സ്നേഹിക്കുന്നത് നമ്മെ നിയന്ത്രിച്ചുകൊണ്ടല്ല, മറിച്ച് നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ടാണ്. ഇന്ന് 2026 പൊസസീവ്നെസ് പുതിയ രൂപത്തിലാണ് വരുന്നത്. ലൊക്കേഷൻ ഷെയറിംഗ്, പാസ്വേഡ് ചോദിക്കൽ, ലാസ്റ്റ് സീൻ നോക്കി വഴക്കിടൽ, ഇതിനെയൊക്കെ നമ്മൾ ഡിജിറ്റൽ ചങ്ങലകൾ എന്ന് വിളിക്കാം. 2026 റിലേഷൻഷിപ്പ് കൗൺസിലിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സോഷ്യൽ മീഡിയ വഴിയുള്ള ഈ അമിത നിയന്ത്രണങ്ങൾ ബന്ധങ്ങളിൽ വലിയ വിള്ളലുകൾ ഉണ്ടാക്കുന്നു എന്നാണ്. വിശ്വാസമില്ലാത്ത സ്നേഹം അടിത്തറയില്ലാത്ത വീട് പോലെയാണ്. അത് എപ്പോൾ വേണമെങ്കിലും തകർന്നു വീഴാം. കൂട്ടുകാരെ, സ്നേഹം ഒരു തുറന്ന കൈപ്പത്തി പോലെ ആകട്ടെ. അതിലൊരു പക്ഷിയെ പോലെ സ്നേഹിക്കുന്ന വ്യക്തിക്ക് വന്നിരിക്കാം. ആ പക്ഷി അവിടെ ഇരിക്കുന്നത് നിങ്ങളുടെ കൈ മുറുക്കി പിടിച്ചതുകൊണ്ടല്ല, മറിച്ച് നിങ്ങളെ വിശ്വസിക്കുന്നത് കൊണ്ടാകണം. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് പറക്കാൻ ചിറകുകൾ നൽകുക. അവർ തിരികെ വരുന്നുണ്ടെങ്കിൽ അത് മാത്രമാണ് യഥാർത്ഥ സ്നേഹം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുമല്ലോ. താങ്ക് യു.